ദേശീയപാതയ്ക്ക് സമീപം വലിയ ചുടുകാടിനടുത്ത് 20 വർഷമായി തകർന്നു കിടക്കുന്ന ഒരു റോഡുണ്ട്. നാരകപ്പറമ്പ് റോഡ്. 5 വർഷം മുമ്പ് നഗരസഭ പൊതുമരാമത്ത് വകുപ്പിന് എഴുതിക്കൊടുത്ത റോഡാണിത്. റോഡ് തകർന്ന് തരിപ്പണമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചിട്ടും ഫലമില്ല. നിഷ ദിലീപ് ചേരുന്നു. നിഷ, എന്താണ് വിശദാംശങ്ങൾ? ഞാൻ നേരത്തെ ഇത് സൂചിപ്പിച്ചതാണ്. അതായത് MP യോട് പറഞ്ഞാൽ MP പറയും ഇതെൻ്റെ പരിധിയിൽ വരുന്നതല്ല, MLA യോട് പറഞ്ഞാൽ MLA പറയും അത് MP യുടെ പരിധിയിൽ വരുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം, ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത ഒരു അവസ്ഥ. നിഷ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, തീർച്ചയായും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇത് ആലപ്പുഴ ദേശീയപാതയോട് ചേർന്ന് വലിയ ചുടുകാടിന് സമീപമുള്ള ഒരു റോഡാണ്. അതായത് നിരവധി വീടുകളുണ്ട്, നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. ഇതിന് ചുറ്റും നിരവധി വീടുകളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ദേശീയപാതയിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. ആ വഴി ചെറിയ ഒരു മഴ പെയ്താൽ പോലും ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ്. 20 വർഷമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ MLA യോട് ചോദിച്ചാൽ MLA കൈയൊഴിയുന്ന സാഹചര്യം, പൊതുമരാമത്ത് വകുപ്പാണ് എന്ന് പറഞ്ഞ് നഗരസഭ കൈയൊഴിയുന്ന സാഹചര്യം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ റോഡ് പണി പൂർത്തിയാകാതെ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിന് യാതൊരു പരിഹാരവും കണ്ടില്ല. 20 വർഷമായി ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയുന്നു. എന്താണ് നിങ്ങൾ ചെയ്തത്? ഇവിടെ കൗൺസിലർമാരൊക്കെ പലതും മാറി മാറി വന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് സുധാകർ സാറ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോൾ ഇത് കൗൺസിൽ PWDക്ക് കൊടുത്തു. PWDക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം 1,20,00,000 രൂപ അനുവദിച്ചു. അതിപ്പോൾ 4 വർഷമായി. ഭരണാനുമതിയും ലഭിച്ചു. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ MLA അടുത്ത് നേരിട്ട് ചോദിച്ചപ്പോൾ സൈറ്റിലില്ലെന്ന് പറയും. പിന്നെ ഞങ്ങൾ റോഡ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. മൻമോഹൻ കൂട്ടായ്മ. അത് ഒപ്പ് ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഓഫീസിലൊക്കെ കൊടുത്തു. ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി എല്ലാവരും ഇപ്പോൾ കാണപ്പെടുന്ന എല്ലാ ആൾക്കാരെയും കണ്ടു. ജനപ്രതിനിധികളും എല്ലാവരും സംസാരിച്ചു. പക്ഷെ എല്ലാവരും ഒരു നിഷേധ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ ഇവിടുത്തെ കൗൺസിലർ എന്താ പറയുന്നത്? ഇവിടുത്തെ കൗൺസിലർ കൈകഴുകുക. 2 വാർഡിൻ്റെ കൗൺസിലർ, LDFിൻ്റെ കൗൺസിലർമാർ, ഒന്ന് പ്രതിഭ കണ്ണു, ഒന്ന് രമേശനും. പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. 2 വാർഡിൻ്റെ അതിർത്തി റോഡാണ്. ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല. 20 വർഷക്കാലമായിട്ട് ഇതുവരെയായിട്ട് ഒന്നും ചെയ്യാനോ, അല്ലെങ്കിൽ ഇത് സ്കൂളുകളിലേക്ക് പോകാനോ. 2 സ്കൂളുണ്ട്, ദേവാലയങ്ങളുണ്ട്, 100 കണക്കിന് വിദ്യാർത്ഥികൾ നടന്നു പോകുന്നു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇവിടെ വരുന്നില്ല. ഓട്ടോറിക്ഷ വിളിച്ചാൽ ഈ റോഡിലേക്ക് വരുന്നില്ല. ദുരിതമാണ്. കാരണം നമ്മൾ റോഡെ കൊണ്ടുവന്നാക്കണം. സ്കൂൾ വണ്ടിയൊന്നും വരത്തില്ല. പിന്നെ മരുന്ന് മേടിക്കാൻ വണ്ടി വിളിച്ചാൽ വരത്തില്ല. അങ്ങനെയുള്ള യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ടാ. സ്വന്തം വണ്ടിയുള്ളവർക്ക് പോകാം, അല്ലാത്തൊരു വെള്ളത്തിൽ കൂടെ നീന്തണം. വെള്ളം വളരെ കൂടുതലാണ്. ഒരു വിധത്തിലും പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ 2 പ്രാവശ്യം ഇപ്പോൾ ഇലക്ഷന് മുമ്പും ഒരു ഭരണാനുമതി നേടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷേ ഈ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഒരു രക്ഷയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രായമുള്ള ഒരു അച്ഛനെ വയ്യാഞ്ഞിട്ട് ഞങ്ങൾ ഒരു വണ്ടിയും വിളിച്ചിട്ട് വന്നില്ല. അവസാനം ഞങ്ങൾ പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. എങ്ങനെ നേരെ കിഴക്ക്, ഈ റോഡിന്റെ കിഴക്ക് അറ്റത്ത് താമസിക്കുന്ന MP KC വേണുപോലും താമസിക്കുന്നു. ഇപ്പോൾ പിന്നെ ആരിഫിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ആരിഫിന്റെ ഓഫീസ് വരെ ചെന്നിട്ട് ആരിഫ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവിടെ ഒന്നും നോക്കത്തില്ല. കാരണം ഒരു കാരണവശാലും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ജനങ്ങൾ വോട്ട് ബഹിഷ്കരിക്കണമെന്നുള്ളൊരു സമീപനത്തിലേക്ക് വന്നു എങ്കിലും വോട്ട് ബഹിഷ്കരണത്തിലേക്ക് പോയില്ല. അത് മറ്റൊരു രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് 100%. അത് ഈ റോഡിനോട് അല്ല ശോചനാവസ്ഥയോട് ഇവർ കാണിക്കുന്ന അനാസ്ഥ നല്ല ശരിക്ക് ജനങ്ങൾ അത് പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2-3 പ്രാവശ്യം ഒപ്പ് ശേഖരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലും ഓഫീസിലൊക്കെ കൊടുത്തിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. MLAക്ക് MP എന്ന് പറഞ്ഞാൽ MPയുടെ മൂക്കിന് താഴെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അദ്ദേഹം അറിഞ്ഞു ചെയ്യും എന്നാ കരുതി. ഇപ്പോൾ 2ാമത് ലോക്സഭാംഗമായി എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കണമെന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് കൊടുത്താലും എത്രത്തോളം ആകുമെന്ന് ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം ഇപ്പോഴും ഉണ്ടോ? പ്രവർത്തിക്കുന്നുണ്ട്. റോഡ് ആക്ഷൻ കൗൺസിൽ മൻമോഹൻ കൂട്ടായ്മയുടെ കീഴിലാണ്. അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് പോകാനായിട്ട് ഇപ്പൊ മഴ കുറവാണ്, ആ സമയത്ത് തന്നെ ഇത്രയധികം വെള്ളമുണ്ട്. അപ്പൊ ഈ മഴയുള്ള സമയത്ത് എങ്ങനെയാണ്? ഇവിടെ റേഷൻ കടയുണ്ട്. പക്ഷെ എന്ത് പറ്റുന്നത്, ഇപ്പൊ റേഷൻ കടയിൽ പോലും ആരും വരുന്നില്ല. കാര്യം ആളുകൾ ഈ വെള്ളത്തിൽ കൂടെ നീന്തി സാധനം മേടിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട് ആ കടയിൽ പോലും കച്ചവടം നടക്കുന്നില്ല. അതാണ് അവസ്ഥ. അല്ലമ്പേർ നാട്ടുകാരുടെ അവസ്ഥയാണ് അവർ പറഞ്ഞത്. ഇവർ MP യോടും MLA യോടും ഒക്കെ തങ്ങളുടെ ദുരിതത്തെ പറ്റി പറഞ്ഞു. എങ്കിൽ പോലും ആരും ഇതൊന്ന് പരിഹരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പരാതിയുള്ളത്. അല്ലമ്പേർ
നന്ദി നിഷ. സംസ്ഥാനത്ത് മഴ കനത്തതോടെ റോഡുകൾ കുളങ്ങളായി മാറിയിരിക്കുകയാണ്. ദേശീയപാതയ്ക്ക് സമീപം വലിയ ചുടുകാടിനടുത്ത് 20 വർഷമായി തകർന്ന് കിടക്കുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ അവസ്ഥയാണ് നാട്ടുകാർ പറഞ്ഞതുപോലെ. ഇതിൻ്റെ ഉത്തരവാദിത്വവും ആരും ഏറ്റെടുക്കുന്നില്ല, ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല.